ഹേയ് ഹായ് ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് എല്ലാവരും? സുഖം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് വരാം. ഇതൊരു എന്താ പറയുക, ഒരു വ്ലോഗ് കൈൻഡ് ഓഫ് സ്റ്റഫാണ്. എത്ര പേർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്? എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്, ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. സോ അയ്യോ ചേച്ചി 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 ഒന്ന് പുറകോട്ട് നോക്കണമല്ലോ, എന്ത് ചെയ്യാനാ. ഓക്കെ, സോ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ റോഡിൽ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അല്ലേ. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പാട്ട് കേട്ട് പോകാൻ ഇഷ്ടമാണ്. ബട്ട് സ്റ്റിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് പോകാനാണ് കുറച്ചുകൂടി ഇഷ്ടം. നമുക്ക് കോൺവെർസേഷനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. സോ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വ്ലോഗ് തുടങ്ങി. സോ ലൈക്ക് നമുക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോകാം, അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കും. അതാണ് ജസ്റ്റ് ഒരു ഐഡിയ ബിഹൈൻഡ് ദിസ് വ്ലോഗ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് എന്താ പറ്റി സംസാരിക്കാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻറ്റ്സ്. കാര്യം എന്തുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നു എന്നുള്ളത് ഞാൻ പറയാം. എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വന്നു എന്നുള്ളത്. ഇതെന്ത് ഇത്രയും ബ്ലോക്ക് ഇവിടെ? എടപ്പള്ളി ലുലുവിൻ്റെ ഫ്രണ്ടിലാണ്. ഫ്ലൈ ഓവർ ഇറങ്ങി വരികയാണ്. ഫ്ലൈ ഓവർ ഈ സൈഡ് ഫുള്ള് ബ്ലോക്കാണ്. എനിക്ക് തോന്നുന്ന ബസ്സുകളെല്ലാം അങ്ങോട്ട് വളയാൻ കിടക്കുന്നതുകൊണ്ടാവാനാണ് ചാൻസ്. ഓക്കെ, എന്താ കോതമംഗലം FP. സോ അതിലേക്ക് വരാം. സോ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് എല്ലാവരും പറയുന്നത്? എല്ലാവരും പറയുന്നത് സ്റ്റേ ഇൻവെസ്റ്റഡ്. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻകം ഉണ്ടാവും. ചിലർക്ക് ഇൻകം ഉള്ളവരുണ്ട്, റെഗുലർ ഇൻകം ഉള്ളവരുണ്ട്, അതില്ലാത്തവരുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന പൈസ ₹1 മിച്ചം വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ പൈസ നമുക്ക് വേണ്ടി ജോലി എടുക്കും. മനസ്സിലായോ? നമ്മൾ ജോലി എടുത്തുണ്ടാക്കിയൊരു പൈസ ₹1 രൂപ. ആ ₹1 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ₹1 നമുക്ക് വേണ്ടി പണിയെടുത്താൽ ₹2 അല്ലെ ₹1.5 അല്ലെ ₹1.25 പൈസയാവും. ചിലപ്പോൾ അത് 75 പൈസയാവും. മടിയന്മാരാണ് 75 പൈസയാവും. സോ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് ഞാൻ വരുന്നത്. സോ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ലൈക്ക് നമുക്ക് കിട്ടുന്ന സെറ്റ് നമ്മൾ എല്ലാവരും മൾട്ടിപ്ലൈനെ നോക്കുന്നത് അല്ലേ. മൾട്ടിപ്ലൈനൊരു ഇഷ്ടമുള്ള നല്ല മാർഗം ഇൻവെസ്റ്റ് ചെയ്യലാണ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, എല്ലാവരും പല വഴിയാണ് നോക്കുന്നത്. നമ്മൾ കൂടുതലും ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യാം. അതിലേക്കാണ് ഞാൻ എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞെടുത്തേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം ഒരു ഷെയർ, ഒരു IPO. എന്താണ് IPO എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ആദ്യമായിട്ടൊരു കമ്പനിയുടെ ഷെയർ പബ്ലിക്കിന് കൊണ്ടു കൊടുക്കുമ്പോൾ അവരത് ഒരു IPO ആയിട്ടാണ് വരുന്നത്. IPO നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഡിമാറ്റ് അക്കൗണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇന്ത്യയിൽ ഗ്രോ അല്ലെങ്കിൽ സെറോദ, കൈറ്റ്, ING മണി, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് സെല് ചെയ്യാം. IPO ഓഫറിംഗ്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് മേടിക്കാൻ പറ്റും. അങ്ങനെ മേടിച്ച ഒരു IPO ആണ് ഭാരത് BCC. ഭാരത് പേര് ഞാൻ പറഞ്ഞത് BCC എന്നാണ്, ഭാരത് ഗോൾഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ആ IPO കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്തത് 82% ഗ്രോത്താണ്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റാണ് IPOയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. 82%. അതായത് ₹1,00,000 നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,82,000. അതായത് 82,000 നിങ്ങളുടെ പ്രോഫിറ്റാണ്. ആ ഒരു IPO ആണ്, അങ്ങനത്തെ ഒരു IPO ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയില്ല. ഞാനും അപ്ലൈ ചെയ്തിരുന്നു, ബട്ട് കിട്ടിയില്ല. അത് ആർക്കൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. കാര്യം ലിസ്റ്റ് ചെയ്തത് 82% ഗെയിനിലാണ് ലിസ്റ്റ് ചെയ്തത്. നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ബട്ട് ഇത് കിട്ടിയില്ല, പോട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. നമ്മുടെ പുറകിലൊരു കുഷാക്കാണോ അത്? നമ്മളല്ല, പറന്നു വരുന്നുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ആണ് വണ്ടികളെല്ലാം. എല്ലാവരും ഭയങ്കര ഇതായിട്ടാണ് പോകുന്നത്. എന്താണെന്നറിയില്ല. നമ്മുടെ പുറകിലാണ് കുഷാക്കാണെങ്കിൽ, കുഷാക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളിയാണ്
മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ആരെങ്കിലും ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ മുഴുവനും മാറി നമ്മൾ വേറെ വഴിക്ക് പോകും. ഡിസ്കണ്ടിന്യൂ വണ്ടിയാണ്. എന്താണ് റെനോൾട്ടിൻ്റെ എനിക്ക് വായിക്കാൻ അറിയത്തില്ല, സോ മൈ ബാഡ്. BM എവിടെയോ പോയി. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരാം. നമ്മൾ തിരിച്ച് ട്രാക്ക് മാറിപ്പോയതുകൊണ്ട് നിമിഷത്തേക്ക് സോറി. സോ ഇൻവെസ്റ്റ്മെൻറ്റ്, സോ നമ്മൾ അങ്ങനെ ഞാനൊരു ആ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തത്. പലർക്കും ഇത് അറിയത്തില്ല, ലൈക്ക് എന്താണ് IPO എന്ന് അറിയത്തില്ല. IPO ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഷെയറിൻ്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ്. ആ ഷെയറിൽ നമ്മൾ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് ഷെയർ വരുമ്പോൾ അതിനെ മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് IPO എന്ന് വേണേൽ പറയാം. പക്ഷെ അതിനകത്തുള്ള സംഭവം എന്ന് പറയുന്നത് എന്താണ്, എത്ര രൂപയാണ് ആ ഷെയറിൽ നിന്ന് എല്ലാവരും ഉണ്ടാക്കി 82% ഗെയിൻ. ആ ഒരു ഗെയിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗെയിനാണ്. ശരി, നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടാൽ 82,000 റുപ്പീസാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ 10 ലക്ഷം രൂപ ഇട്ടാൽ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതെപ്പോഴും വർക്കാവണമെന്നില്ല. പക്ഷെ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു IPOയിൽ കണക്കെനിക്കറിയില്ല, പേഴ്സണലി എനിക്കറിയില്ല, ഞാൻ കണ്ട IPOസിൽ എല്ലാം ഓൾമോസ്റ്റ് പ്രോഫിറ്റ് ആയിരുന്നു. ബട്ട് അതും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എനിക്കൊന്നും തന്നെ കിട്ടിയില്ല. എക്സാമ്പിൾ മീഷോ, കൊറോണ എന്നൊരു IPO വന്നായിരുന്നു. പിന്നെ അതുപോലെ 2-3 IPOസ് വന്നായിരുന്നു. എല്ലാം ഓൾമോസ്റ്റ് ലിസ്റ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രോയുടെ IPO ഉണ്ടായിരുന്നു. എല്ലാം പ്രോഫിറ്റിലായിരുന്നു. പക്ഷേ കിട്ടിയില്ല. ആകെ കിട്ടിയത് ടാറ്റ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ IPO ആണ്. അതാണെങ്കിൽ 0 ലോസ് 0 പ്രോഫിറ്റ് എന്ന രീതിയിലാണ് ലിസ്റ്റ് ചെയ്തത്. പക്ഷെ ലിസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ട് പോകുന്ന പറയുമ്പോൾ ഞാനത് സെല് ചെയ്തു. പക്ഷേ ഇത് സത്യത്തിൽ ഇതൊരിക്കലും ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയുക, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് മേടിക്കണം, IPO മേടിക്കണം, IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വീഡിയോ അല്ല. ഞാൻ നിങ്ങൾക്ക് ഒരു അവയർനെസ് തരുവാണ്, ഇങ്ങനെയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുള്ളൊരു അവയർനെസ് തരുന്നൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ചേട്ടാ ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? സോ അതെ, ഇൻവെസ്റ്റ്മെൻറ്റ്. സോ നമുക്ക് പലവരും നമ്മൾ എന്താ ചെയ്യുന്നത്, പണ്ട് നമ്മൾ FDs ഇടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ FDs ഇടും. നമ്മുടെ ഫസ്റ്റ് പ്രൈമറി സോഴ്സ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു അസറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് FDs ആണ്. ഇപ്പോൾ അത് പതുക്കെ മാറി FDs ഉണ്ട്. വൺ ഓഫ് ദ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയി മാറി FD. അതിനുശേഷം നമ്മൾ SIPs സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. SIPs ഉണ്ട്. SIPസിൻ്റെ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്താണെന്ന് അറിയാമല്ലോ. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് ഹൗസിന് അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കുകയാണ്. അയാളത് പല സ്ഥലങ്ങളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. പല സ്ഥലങ്ങൾ ഇൻ ദ സെൻസ് പല ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഏതൊക്കെ ഷെയറുകളിലായിരിക്കും ബസ് ചേട്ടാ ഏതൊക്കെ ഷെയറിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് അവരുടെ എക്സ്പെർട്ടൈസ് ഉള്ള ആൾ. പക്ഷേ എനിക്ക് എക്സ്പെർട്ടൈസ് ഇല്ല, എനിക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. എനിക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള 1 ലക്ഷം രൂപ. നമ്മുടെ സേവിങ്സ് അല്ല, സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടാണ് കേട്ടോ. അത് എനിക്ക് പറയാം. അതായത് നമ്മളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. നമുക്കത് എക്സ്ട്രാ എമൗണ്ട് നമുക്ക് ആവശ്യം വരും. ചിലപ്പോൾ നമുക്കൊരു ലിക്വിഡ് ഫണ്ട് ആവശ്യം വരും, നമുക്ക് കുറച്ച് പൈസ ഹോസ്പിറ്റൽ കേസിന് ആവശ്യം വരും, അല്ലെങ്കിൽ അതിന് ലിക്വിഡ് ഫണ്ട് എന്ന് പറയും. നമുക്ക് കുറച്ച് പൈസ ആവശ്യം വരുന്ന കുറച്ച് പൈസയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര നാളത്തേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല. 1 ഇയർ, 3 ഇയർ, 5 ഇയർ, 10 ഇയർ, 15 ഇയർ. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ അങ്ങനെ ചേട്ടാ ഇങ്ങനെയുള്ള ചില ചേട്ടന്മാരുള്ളതുകൊണ്ടാണ് നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കാത്തത്. മര്യാദയ്ക്ക് ഞാൻ ഓണൊക്കെ അടിച്ചിട്ട് ലെഫ്റ്റ് കൂടെ കയറിപ്പോയത്. അപ്പോൾ പുള്ളിക്ക് പറ്റില്ല. പിന്നെ വെറുതെ വഴക്കിടണം എന്തെങ്കിലും കാണിക്കുക. തട്ടിയില്ലല്ലോ, ബാക്കി ദൈവാധീനം, ഇത്രയേ ഉള്ളൂ. സോ ഇതടുത്ത് നമ്മൾ ലെഫ്റ്റ് തിരിയാനുള്ളവർ നേരെ പോകാനുള്ളവരാണ്. പക്ഷേ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒന്ന് മാറി തരണം. ഓക്കെ, ഷോർട്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ
നമുക്കൊരു സേഫ് പ്രൈസിൽ ഇട്ടാണെങ്കിൽ ആ പൈസ നമുക്ക് റിട്ടേൺ അതിന് വ്യത്യാസമുണ്ട്. 1 ഇയർ റിട്ടേൺ ആയിരിക്കില്ല 3 ഇയർ കിട്ടുന്നത്, 3 ഇയറിനായിരിക്കില്ല 15 ഇയർ കിട്ടുന്നത്. സോ എല്ലാം ഡിഫർ ചെയ്യും. സോ അതനുസരിച്ചാണ് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ SIP സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലംസമായിട്ട് പൈസ ഇടാം, എന്ത് വേണേൽ ചെയ്യാം. നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ റിസ്ക് അപ്പിറ്റൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിസ്ക് എങ്ങനെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ ആവശ്യം എന്താണ് അതനുസരിച്ചായിരിക്കും നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. SIP തന്നെ പലതുണ്ട് കേട്ടോ. എന്താണ് റിസ്ക് കൂടുതലുണ്ട്, ഹൈ റിസ്ക്, മീഡിയം റിസ്ക്, മോഡറേറ്റ് റിസ്ക്, അങ്ങനെ ഒരുപാട് തരം SIPs ഉണ്ട്. ഇഷ്ടംപോലെ ഫണ്ട് ഹൗസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നത്, നമ്മൾ ഈ പൈസ മ്യൂച്വൽ ഫണ്ട്, നമ്മൾ ഈ പൈസ ഒരു ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ഒരാൾക്ക് സപ്പോസ് ഒരാളെ ഏൽപ്പിക്കുന്നു, അയാളത് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പല സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലൈക്ക് ഓട്ടോമൊബൈൽസ് ആവാം, ഫാർമയാവാം, ടെക്നോളജി ആവാം, അങ്ങനെ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അവരത് ഒരു ക്ലോസ് വാച്ച് കീപ്പ് ചെയ്യുന്നു. അവരെന്താ ചെയ്യുന്നത്, അവർ ആ സെക്ടറിൻ്റെ മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യുന്നു. സോ ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഫാർമ സെക്ടർ ഡൗൺ ആവുകയാണെന്നൊരു ഹിൻഡ് കിട്ടുവാണെങ്കിൽ അവർ ആ ഫാർമ സെക്ടറിൽ നിന്ന് ഫുൾ എക്സിറ്റ് ചെയ്ത് ആ ഫണ്ട് നമ്മൾ വേറെ ഫണ്ടിൽ വേറൊരു സെക്ടറിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. സേ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ്, അങ്ങനെ സെക്ടറിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അവർ ചെയ്യുന്നത്. നമുക്ക് എന്താ കിട്ടുക, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ 5 ലക്ഷം, 1 ലക്ഷം രൂപ, സപ്പോസ് 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അവരുടെ ആ ഒരു ഫണ്ടിൻ്റെ ഒരു NAV, എന്താ പറയുക, ഒരു യൂണിറ്റ്സ് തരും. കാര്യം നമ്മുടെ ഒരു ഷെയർ അല്ല, ഒരു കമ്പനിയുടെ ഷെയർ അല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് പല കമ്പനിയാണല്ലോ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് ഷെയർ ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു യൂണിറ്റ്സ് തരും. ആ യൂണിറ്റിൻ്റെ പ്രൈസാണ് കയറുന്നത് ശരിക്കും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ആ യൂണിറ്റിൻ്റെ പ്രൈസ് കയറിയെന്ന് വെച്ചാൽ അർത്ഥം ആ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളുടെ സെക്ടറിന് ഗ്രോത്ത് ഉണ്ടായി. സോ ഇൻ ടേൺ നമുക്ക് ലാഭം കിട്ടി. അപ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാവും, എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ഇട്ടാൽ പോരെ, നമ്മളെന്തിനാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസിന് കൊടുക്കുന്നത്? നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ. ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ ബ്രോക്കറേജ് കൊടുക്കണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റ് ഇട്ടാൽ പോരെ. വളരെ വാലിഡ് ആയിട്ട് ചോദ്യമാണ്, കറക്റ്റുമാണ്. നമ്മൾ ചിന്തിച്ചാൽ കറക്റ്റുമാണ്. നമ്മളെന്തിനാ അവർക്ക് പൈസ ലാഭം കൊടുക്കണം? നമുക്ക് കിട്ടിയ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ നമ്മളെന്തിനാ അവർക്ക് വെറുതെ കൊടുക്കുന്നു? പോയിന്റാണ്. പക്ഷേ അവിടെയുള്ള ചലഞ്ച് അല്ലെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, നമുക്കത് ഫുൾ ടൈം ക്ലോസ് വാച്ച് ചെയ്യണം. കാര്യം നമ്മുടെ പൈസ നമ്മളിട്ടും സെക്ടർ മാറാൻ നമ്മൾ നോക്കണം, നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കണം, പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് നോക്കണം, ട്രംപ് എന്ത് പറയുന്നത് നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. സോ അത് നമുക്ക് ചിലപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. കൺസിഡറിങ് ഇഫ് യു ആർ എ ഫുൾ ടൈം ഇൻവെസ്റ്റർ, ദെൻ ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ഡു ഇറ്റ്. അതർവൈസ് ലൈക്ക് നിങ്ങളൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനാണ്, അതാണ് അടുത്ത ഏറ്റവും വലിയ പോയിന്റ് കേട്ടോ. പാസീവ് ഇൻകം നമുക്ക് എല്ലാവർക്കും പാസീവ് ഇൻകം ഉണ്ടായിരിക്കണം. പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫുൾ ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ഫുൾ ടൈം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല, നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു പോയിന്റ്. ചേട്ടൻ എങ്ങോട്ടാണോ, നേരെയാണോ? ഫുൾ ടൈം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ജോലി ഉണ്ടാവാം, നമുക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹൗസിനെ ഏൽപ്പിക്കുന്നത് നമ്മുടെ പൈസ. ഓക്കെ, നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുവാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ബട്ട് അവിടെ റിസ്ക് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഹൗസ് പെർഫോം ചെയ്താൽ നന്നായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് നല്ല റിട്ടേൺ കിട്ടും. ബട്ട് അതല്ലാതെ അവർ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, റിട്ടേൺ നമ്മുടെ കുറവായിരിക്കും. ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ വരെ പോവാം, അങ്ങനെയുണ്ട്. സോ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല മ്യൂച്വൽ ഫണ്ട് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പലതരം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി 100, നിഫ്റ്റി 200. ഏറ്റവും ബേസ് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ്, അങ്ങനെ പലതരം മ്യൂച്വൽ ഫണ്ട്സുകളുണ്ട്. അതിൽ തന്നെ പല സെക്ടേഴ്സ് ഉണ്ട്. സെക്ടർ ഫോക്കസ് ഉള്ളതുണ്ട്. ഇപ്പം ഡിഫൻസ് ഫോക്കസ്, ഓട്ടോമൊബൈൽ ഫോക്കസ്, അങ്ങനെ പലതരമുണ്ട്. സോ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയാം, അത് ചൂസ് ചെയ്യാൻ തന്നെ നമുക്കൊരു വലിയ പാടാണ് അല്ലേ. അപ്പോഴാണ് നമ്മളൊരു ഷെയർ നോക്കി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് പറഞ്ഞതാണ്. അഡ്വൈസ് അല്ല, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ. ഇതൊരിക്കലും ഒരു എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇടണം എന്നുള്ളൊരു ഇതല്ല. ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾക്കൂടെ പറഞ്ഞുതരാൻ തോന്നി. ഈ വണ്ടി ഓടിച്ച് നമ്മൾ എത്തുന്ന വരെ ദൂരം എൻ്റെ കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്തുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു എന്നോട് സംസാരിച്ചിരിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ, വേറെ തോന്നി. സോ ഒന്നെങ്കിൽ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു, സൈനിങ് ഓഫ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗെയിൻ താങ്ക് യു, ബൈ.